നമുക്കേ നല്ലൊരു കാഴ്ച കാണാം. നമ്മളെ വ്യത്യസ്തമായ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. അതന്നെ നമ്മളെ താന്നൂര് സ്കൂൾ പടിന്ന് പരിയാപുരം ഭാഗത്താണ്. പരിയാപുരം ഭാഗത്ത് ഒരു പുരാതനമായൊരു ബുദ്ധ കേവാണെന്ന് പറയുന്നുണ്ട്. നരിമട എന്ന് പറയുന്നുണ്ട്, നാട്ടുകാര് നരിമട എന്ന് പറയുന്നുണ്ട്. അതിലിപ്പോ വേറെ പറഞ്ഞു, നേരത്തെ ആരോ സ്വാമി ഇവിടെ പതിറ്റാണ്ടുകൾ മുമ്പ് തപസ്സിരുന്നിരുന്നു. ഇതിന്റെ ഉള്ളില് പല വഴികളും ഉണ്ടായിരുന്നു, പല എൻട്രൻസും ഉണ്ടായിരുന്നു പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മള് കേട്ടോ, നമ്മളെ നാട്ടുകാർക്ക് പോലും ചിലപ്പോ പരിചയം ഉണ്ടാവില്ല. ഇത് ചിലര് നരിമട എന്ന് പറയും അല്ലേ? നരിമട എന്ന് പറയുന്നുണ്ട്. ഇത് ബുദ്ധ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. പുരാതന കാലത്തെ ബുദ്ധ കേവാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഉള്ളിട്ടോ. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. പാറ തുറന്നിട്ടാണ് ഈ സംഗതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോ ഈ അടുത്ത കാലത്ത് വന്ന ചുമരാ തോന്നുന്നുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. ഏതായാലും നല്ലൊരു കാഴ്ച ഭംഗി. ഇത് മുമ്പ് നമ്മള് കണ്ട് ഇതേപോലത്തെ ഒരു ഗുഹ പണ്ട് നമ്മള് ഫറൂഖ് ഒന്ന് കണ്ടു. ഇതേപോലത്തെ ഫറൂഖ് ടിപ്പു സുൽത്താന്റെ ഒരു കോട്ടായിട്ട് ഇതുപോലത്തെ ഒരു ഇത് കണ്ടു. അതും സംരക്ഷിക്കപ്പെട്ടില്ല, ഇതും സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്തതാണ്. പക്ഷെ എന്നാലും പഴയ കാലത്ത് ഒരു സംഗതി, ഒരു ഫീലിങ്സ് അല്ലേ? ഇതിന്റെ മേൽക്കൂരൊക്കെ നോക്കിയാൽ പാറ കൊണ്ട് തുറന്നിട്ടുള്ള സംഗതി. ചിത്രങ്ങള് ഇവിടെ വേറെ നോക്കിയാ ഇവിടെതാ ഒരു പൂജ സംഗതി ഒക്കെ നടന്നിരുന്നു തോന്നുന്നുണ്ട്. പഴയ കാലത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കണോ ശ്രദ്ധിച്ചോ? നീ തന്നെ നിന്നെ മനസ്സിലാവുന്നില്ല, രക്ഷയും നീ നിന്നിൽ തന്നെ സമാശ്രയിക്കാം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. അപ്പൊ ബുദ്ധ കേവാന്ന് ഉള്ളതിന്റെ ഒരു സംഗതി ആയിരിക്കും അല്ലെ പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം ഒരു 100 ആൾക്കാർക്കൊക്കെ ഇതിനുള്ളിൽ. പക്ഷെ ഇത് സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പിന്നെതാ ഇവിടെ നല്ല ഫോട്ടോ കണ്ടില്ലേ, ചിത്രങ്ങൾ കാണുന്നുണ്ട്. ശ്രീരാമനും അവരൊക്കെ നിക്കണ ശിവലിംഗമൊക്കെ കാണുന്നുണ്ട്. ഇതെന്തായിരുന്നു എന്ന് ഇതൊക്കെ ഇപ്പൊ വരച്ചതാണ്. അതൊക്കെ ഇതിന്റെ ഉള്ളില് ഇതാ ഇത് നല്ല വിശാലത ഉണ്ട് കേട്ടോ. അത് ഇതൊക്കെയാ ഇതിനുള്ളിലൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പൊ പഴയ കാലത്തെ ഇതവിടെ ഇങ്ങോട്ടേക്കാ വേരൊക്കെ മറ്റേ മരത്തിന്റെ വേരുകളൊക്കെ മേലെ നിന്ന് ഇറങ്ങി പോന്നിട്ടാണ്. ഇതൊക്കെ ഇരിക്കാൻ പറ്റിയ തറകളും അല്ലല്ലേ? തല നോക്കരുത്. ഇത്രയും നല്ല സെറ്റപ്പില് ഒരു ചരിത്ര സ്മാരകമാണ്. ഇതൊക്കെ നിലനിർത്തിയിട്ട് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം അല്ലെ? ഇതിപ്പോ ഗവൺമെന്റിന്റെ അടുത്താണോ എല്ലാം തോന്നുന്നല്ലേ? നമ്മളെ ഗവൺമെന്റ് ആണോ എന്താന്ന് അറിയില്ല. ഇതിന് തൊട്ടടുത്ത് ക്ഷേത്രം ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു സംഗതി ഈ പുറത്തോട്ടൊക്കെ ചുറ്റുപാട് വീടുകളും ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തേ നിലവിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. നല്ല പാറ, ഈ ചെങ്കൽപ്പാറ തുരന്നിട്ടാണ് ഈ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലത്തെ ഒരു സംഗതിയാണ്. ഇത് വലിയൊരു പാറ, നല്ല ഹൈറ്റില് പാറക്കെട്ടാണ്. ഈ പാറക്കെട്ടാണ് തുരന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതൊരു പുരാതന ഒരു സംഗതി അല്ലേ? പഴയകാല ഒരു ഫീല് ഇവിടെ കിട്ടുന്നുണ്ട്.